അഡ്വക്കേറ്റ് കെ സുനിൽകുമാർ, ഇതാ നോക്കൂ, കേരളത്തിൽ ഇന്ന് ഇവർ ഏതെങ്കിലും ഒരു പാർട്ടി 24 മണിക്കൂറിനുള്ളിൽ ആരോപണം വന്ന ആ പാർട്ടിയുടെ ഒരു യുവജന സംഘടനയുടെ അധ്യക്ഷ സ്ഥാനത്ത് നിന്നൊരു നേതാവിനെ നീക്കം ചെയ്തിട്ടുണ്ടോ? യൂത്ത് കോൺഗ്രസിന്റെ കാര്യത്തിൽ ഇത് സംഭവിച്ചിരിക്കുന്നു. കേരളത്തിൽ ഇന്ന് ഇവർ ഏതെങ്കിലും ഒരു പാർട്ടി ആരോപണം വന്ന് 4 ദിവസത്തിനുള്ളിൽ അയാളെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് ഒരു അന്വേഷണ കമ്മീഷനും ഇല്ലാതെ, ഒരു തീവ്രതയും അളക്കാതെ, ഇതാ ജനങ്ങൾ പറയുന്നു, മാധ്യമങ്ങൾ പറയുന്നു, സംശയാസ്പദമായ സാഹചര്യം, പാർട്ടിയിൽ നിന്ന് മാറ്റി നിർത്തിയിരിക്കുന്നു. കൈയടിക്കണ്ടേ അഡ്വക്കേറ്റ് കെ സുനിൽകുമാർ? CPM മാതൃകാപരമായ തീരുമാനമല്ലേ കോൺഗ്രസിൻ്റെത്? ഡോക്ടർ അരുൺ, ഏതെങ്കിലും ഒരു യുവജന സംഘടനയുടെ സംസ്ഥാന അധ്യക്ഷനെതിരെ ഇതുപോലൊരു കേസ് ഈ കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇപ്പൊ ഉണ്ടായപ്പോ നടപടി എടുത്തല്ലോ എന്ന് ചോദിക്കുന്ന ഒരു ചോദ്യത്തിനും ഒരു തരത്തിലുള്ള യുക്തിയുമില്ല. രണ്ടാമത്തെ കാര്യം, ഈ കോൺഗ്രസ് ഈ കേരളത്തിലെ ജനങ്ങളെ കബളിപ്പിക്കുകയാണ്. ഞാൻ പറയട്ടെ ഈ കോൺഗ്രസ് അല്ല, ഇതുപോലൊരു ആരോപണവും ഒരു അധ്യക്ഷനെതിരെ വന്നിട്ടില്ല. ഒരു യുവജന സംഘടനയുടെ അധ്യക്ഷനെതിരെയും ഈ കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഇത്തരത്തിലുള്ള ഒരു ആരോപണം വന്നിട്ടില്ല. യെസ് ആരോപണമേ വന്നിട്ടില്ല. ഓക്കെ, കറക്റ്റായോ? എന്നാൽ ഈ കേരളത്തിലെയും രാജ്യത്തെയും ജനങ്ങളെ കോൺഗ്രസ് ഇന്ന് വഞ്ചിച്ചിരിക്കുകയാണ്. എന്തൊക്കെയായിരുന്നു പറയുന്നത്? നടപടി എടുത്തില്ലേ? MLA MP രാജിവെക്കേണ്ട കാര്യമൊന്നുമില്ല, ഞങ്ങൾ നടപടിയെടുത്ത് പ്രാഥമിക മെമ്പർഷിപ്പിൽ നിന്ന് പുറത്താക്കി എന്നതാണ്. ഒറ്റ കാര്യം ചോദിക്കട്ടെ, ഞാൻ അങ്ങയുടെ വാട്സപ്പിലേക്ക് അയച്ചിട്ടുണ്ട്. കോൺഗ്രസിന്റെ ഭരണഘടന ആർട്ടിക്കിൾ 19 ക്ലോസ് 6, അതുപ്രകാരം ആ ക്ലോസ് 6 C ഒന്ന് വായിക്കണം. ഞാൻ അങ്ങയുടെ വാട്സപ്പിലുണ്ട്. In the case of a member, his removal from membership and disqualification from membership for a specified period, provided that if any person against whom disciplinary action has been taken and punishment award is a member of any local body, legislature, parliament, or hold any other position by the virtue of his being a congressman, he may also be called upon to resign from such bodies. കോൺഗ്രസിന്റെ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 19 ക്ലോസ് 6 പാരഗ്രാഫ് C കൃത്യമായി പറഞ്ഞിരിക്കുന്നു, ഒരു കോൺഗ്രസ് നേതാവിനെ അതിന്റെ പ്രാഥമിക മെമ്പർഷിപ്പിൽ നിന്ന്, കോൺഗ്രസിന്റെ പ്രാഥമിക മെമ്പർഷിപ്പിൽ നിന്ന് പുറത്താക്കിയാൽ അദ്ദേഹം ഹോൾഡ് ചെയ്യുന്ന പഞ്ചായത്ത് മെമ്പർ, പഞ്ചായത്ത് സ്ഥാനങ്ങൾ, നിയമസഭ, ലോകസഭയടക്കം ആ കോൺഗ്രസ് പാർട്ടിയുടെ പേരിൽ ആർജിച്ച എല്ലാ പൊസിഷനും റിസൈൻ ചെയ്യണം, രാജിവെക്കണമെന്ന് കോൺഗ്രസിന്റെ ഭരണഘടന പറഞ്ഞിരിക്കുന്നു. നിങ്ങൾ ആദ്യം പറഞ്ഞല്ലോ വിൻസെന്റിന്റെ കാര്യം, അതുപോലെ തന്നെ ഇവിടെ എൽദോസ് കുന്നപ്പള്ളിയുടെ കാര്യം. അവരെ പ്രാഥമിക മെമ്പർഷിപ്പിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിട്ടില്ല, അവരെ KPCC അംഗത്തിൽ നിന്നും DCC അംഗത്തിൽ നിന്നുമാണ് സസ്പെൻഡ് ചെയ്തത്. ഒരു കോൺഗ്രസ്സുകാരനെ പ്രാഥമിക മെമ്പർഷിപ്പിൽ നിന്ന് സസ്പെൻഡ് ചെയ്താൽ അദ്ദേഹം ഹോൾഡ് ചെയ്യുന്ന എല്ലാ പൊസിഷനും അതിൽ നിന്ന് രാജിവെക്കണം എന്ന് കൃത്യമായി ഭരണഘടന എഴുതി വെച്ചപ്പോ, ആ ഭരണഘടന വ്യാഖ്യാനം ഇങ്ങനെ കൃത്യമായി നമ്മുടെ മുന്നിലുള്ളപ്പോ കള്ളം പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് അതേ ആരോപണ വിധേയനായ വ്യാജന്റെ പ്രവൃത്തിയുമായി KPCC പ്രസിഡന്റ് ഇറങ്ങി തിരിച്ചിരിക്കുന്നു. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, എത്ര നാളത്തേക്കാണ് മിസ്റ്റർ നിങ്ങൾ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്? ഒരു കാലം പറഞ്ഞിട്ടുണ്ടോ? ഇതിൽ കൃത്യമായി പവർ ഓഫ് സസ്പെൻഷൻ B എന്താ പറഞ്ഞിരിക്കുന്നത്? All such case of suspension and subsequent decision thereon shall be reported to AICC office within a week from the date of such suspension and decision. But he should place the matter before the next meeting of the executive of the PCC and the proceeding should be initiated so as to dispose of a disciplinary action case within 1 month from the suspension order. അതായത് ഒരു മാസത്തിനുള്ളിൽ ഈ സസ്പെൻഷൻ എല്ലാം പിൻവലിക്കണം. ഇത്തരത്തിൽ ഡേറ്റ് വെച്ച് അല്ലാത്ത സസ്പെൻഷൻ അല്ലെന്ന് നിങ്ങളുടെ ഭരണഘടന പറയുന്നു. അതായത് ഇന്ന് ഓഗസ്റ്റ് മാസം 25 സെപ്റ്റംബർ മാസം 25 ഈ സസ്പെൻഷൻ ഇല്ലാതാകും വിത്തിൻ 1 മന്തിനുള്ളിൽ. ഇത് ആരെ കബളിപ്പിക്കാനാണ് മിസ്റ്റർ? എവിടെ നിസാം സയ്യിദ് ഒരു നിരീക്ഷകനാണല്ലോ, നിങ്ങൾ എന്തു പറഞ്ഞാ തുടങ്ങിയത്? ഞങ്ങൾ മാതൃകാപരമായിട്ടുള്ള നടപടി, കോൺഗ്രസിന്റെ ഭരണഘടനയ്ക്ക് വിരുദ്ധമായി ഇല്ലാത്ത ഒരു സാഹചര്യം ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ, കബളിപ്പിക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചിരിക്കുന്നു. 2 നടപടി. പിന്നെ നിങ്ങൾ എന്താ പറഞ്ഞേ? മുകേഷുമായിട്ട് താരതമ്യപ്പെടുത്തി. ഞാനൊന്ന് ചോദിക്കട്ടെ, മുകേഷുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ ഏതെങ്കിലും ക്വാളിഫൈഡ് ഡോക്ടറുടെ സേവനമില്ലാതെ നിയമവിരുദ്ധമായ അബോർഷൻ നടത്തണം എന്ന് ഇരയെ നിരന്തരം പ്രേരിപ്പിക്കുന്ന ആരോപണം മുകേഷിനെതിരെ ഉണ്ടായിരുന്നോ? അതുപോലെ കൊല്ലാൻ എനിക്ക് ഒരു നിമിഷം മതി എന്ന് കൃത്യമായി നിരവധി തവണ പറയുന്ന ആരോപണം ഇദ്ദേഹത്തിനെതിരെ ഉണ്ടായിരുന്നോ? കുഞ്ഞിനെ നശിപ്പിച്ചില്ലെങ്കിൽ എന്റെ രാഷ്ട്രീയ ഭാവി പോകുമെന്ന് പറഞ്ഞ് കരയുന്ന സാഹചര്യം ശ്രീ മുകേഷിനെതിരെ ഉണ്ടായിരുന്നോ? അതുപോലെ കോണ്ടമില്ല, അതുകൊണ്ട് വീട്ടിലേക്ക് വരട്ടെ എന്ന് നിരന്തരം ഫോണിലൂടെ ആവശ്യപ്പെടുന്ന സാഹചര്യം അദ്ദേഹത്തിനെതിരെ ഉണ്ടായിരുന്നോ? നെഞ്ചുരുകി തന്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിനെ കുറിച്ച് ആ പെൺകുട്ടി ആശങ്ക രേഖപ്പെടുത്തുമ്പോൾ നിനക്കില്ലാത്ത ടെൻഷൻ എനിക്കെന്തിനാ, അപ്പോ നീ തന്നെ മാനേജ് ചെയ്യ്, സോ ക്വിറ്റ് എന്ന് പറയുന്ന സാഹചര്യം ഏതെങ്കിലും ഒരു നേതാവിന് ഇതിനു മുമ്പിൽ കേരളത്തിന്റെ രാഷ്ട്രീയത്തിൽ ഉണ്ടായിട്ടുണ്ടോ? പുറത്തേക്ക് പോകണം.
എനിക്ക് പറയാൻ പറ്റില്ല ആ വാചകം ഇങ്ങനെ നടന്നോ എന്ന്, ബാക്കി പ്രേക്ഷകർ വായിച്ചെടുത്താൽ മതി എന്ന് പറഞ്ഞൊരു വാചകം നമ്മുടെ മുന്നിലുണ്ട്. ആ നടി തന്നെ പറഞ്ഞു. അതായത് BNSന്റെ സെക്ഷൻ 75 പ്രകാരം തനിക്ക് നിരന്തരം ലൈംഗിക ബന്ധം വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് അവരുടെ പിന്നാലെ നടന്നു എന്നതായിരുന്നു ഉയർന്ന ആരോപണം. അല്ല, അത് 4 കേസുകളിൽ പ്രതിയായിട്ട് ഇപ്പോൾ അവർ തമിഴ്നാട്ടിലെ ജയിലിൽ കിടക്കുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ഞാൻ അതിന്റെ മെറിറ്റിലേക്ക് കടക്കുന്നില്ല. ഈ 2 കേസും 2 കേസ് തന്നെയാണ്. വ്യത്യസ്തമായിട്ടുള്ള ആരോപണങ്ങളാണ്. നിരവധി ആരോപണങ്ങൾ ഓരോ ദിവസവും കൃത്യമായ തെളിവുകളോടെ, ആരോപണങ്ങളല്ല തെളിവുകളോടെ പുറത്തു വരുന്ന സാഹചര്യമില്ല. ആ സാഹചര്യം വെച്ച് ഇപ്പൊ താരതമ്യപ്പെടുത്തുകയാണ്. വിൻസെന്റിന്റെ കേസിൽ ഇവർ ചെയ്തില്ല, അതുപോലെ കുന്നപ്പള്ളിയുടെ കേസിൽ ചെയ്തില്ല, മറ്റൊരു കേസിലും ചെയ്തില്ല, അതുകൊണ്ട് ഞങ്ങൾ ഇതിൽ ചെയ്യുന്നില്ല എന്ന് പറയുമ്പോഴും കോൺഗ്രസിന്റെ ഭരണഘടനയ്ക്ക് വിരുദ്ധമായി എങ്ങനെ നടപടിയെടുത്തു? Debate with Dr. Arun Kumar.